നിൽക്കുന്നത് നമ്മുടെ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്ര കോമ്പൗണ്ടിനുള്ളിൽ ഒരു വനമുണ്ട്. അതങ്ങനെ ചെറിയ വനമൊന്നുമല്ല, നക്ഷത്രവനം. ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇപ്പോൾ വളരെ പോപ്പുലർ ആണെങ്കിലും ഈ നക്ഷത്രവനത്തിന് പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനും കാണാനും കേൾക്കാനും ഒക്കെയുണ്ട്. അപ്പോൾ ആ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഭാരതീയ ജ്യോതിഷത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ ഓരോ നക്ഷത്രത്തിനും ഓരോ വൃക്ഷം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഓരോ നാളിൽ ജനിച്ചവരും നക്ഷത്രവൃക്ഷങ്ങളെ നശിപ്പിക്കാതിരിക്കുവാനും നട്ടുപരിപാലിച്ചു വളർത്തുകയും ചെയ്താൽ ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും ഉണ്ടാകുമെന്ന് ഒരു വിശ്വാസമുണ്ട്. നക്ഷത്രവൃക്ഷങ്ങളെപ്പറ്റി ഒരുപക്ഷെ പുതിയ തലമുറയ്ക്ക് അത്ര അറിവുണ്ടാവില്ല. പണ്ട് കാലത്ത് ഇല്ലങ്ങളും നാലുകെട്ടുകളുമൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് തൊടിയിലും പറമ്പിലുമൊക്കെ നക്ഷത്രവൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിച്ചിരുന്നു. ആ തലമുറയിൽപ്പെട്ടവർക്ക് നക്ഷത്രവൃക്ഷങ്ങളെപ്പറ്റി കൂടുതൽ അറിവുമുണ്ടായിരുന്നു. ഓരോ നക്ഷത്രത്തിൽപ്പെട്ടവരുടെയും ഉയർച്ചയ്ക്കായി അവരുടെ നക്ഷത്രവൃക്ഷം പരിപാലിക്കുന്നതും ഈ വൃക്ഷം പതിവായി നനയ്ക്കുന്നതും സ്പർശിക്കുന്നതും വലം വയ്ക്കുന്നതുമൊക്കെ ഉത്തമമാണ് എന്നാണ് വിശ്വാസം. എല്ലാ അനുഗ്രഹങ്ങളും നിറവേറ്റുകയും ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും നീക്കുകയും ചെയ്യുന്നുവെന്നും വിശ്വസിച്ചു പോരുന്നുണ്ട്. അശ്വതി നക്ഷത്രക്കാരായവർ നട്ടുവളർത്തേണ്ടതും പരിപാലിക്കേണ്ടതും കാഞ്ഞിര മരത്തെയാണ്. ഭരണി നക്ഷത്രക്കാർ നെല്ലിമരമാണ് വെച്ചുപിടിപ്പിക്കേണ്ടത്. കാർത്തിക നക്ഷത്രത്തിന് അത്തിമരവും, രോഹിണി നക്ഷത്രത്തിന് ഞാവലും, മകീര്യം നക്ഷത്രത്തിന് കരിങ്ങാലിയും, തിരുവാതിര നക്ഷത്രത്തിന് കരിമരവും, പുണർദം നക്ഷത്രത്തിന് മുളയും, പൂയം നക്ഷത്രത്തിന് ആൽമരവും, ആയില്യം നക്ഷത്രത്തിന് നാഗമരവും, മകം നക്ഷത്രത്തിന് പേരാലും, പൂരം നക്ഷത്രത്തിന് പ്ലാശും, ഉത്രം നക്ഷത്രത്തിന് ഇത്തിയും, അത്തം നക്ഷത്രത്തിന് അമ്പഴവും, ചിത്തിരയ്ക്ക് കൂവളവും, ചോതിക്ക് നീർമരുതും, വിശാഖം നക്ഷത്രത്തിന് വയങ്കതയും, അനിഴം നക്ഷത്രത്തിന് ഇലഞ്ഞിമരവും, തൃക്കേട്ട നക്ഷത്രത്തിന് വെട്ടിമരവും, മൂലം നക്ഷത്രത്തിന് കുന്തിരിക്കവും, പൂരാടം നക്ഷത്രത്തിന് വഞ്ചിമരവും, ഉത്രാടം നക്ഷത്രത്തിന് പ്ലാവും, തിരുവോണം നക്ഷത്രത്തിന് എരിക്കയും, അവിട്ടം നക്ഷത്രത്തിന് വാഹിനിമരവും, ചതയം നക്ഷത്രത്തിന് കടമ്പും, പൂരുരുട്ടാതി നക്ഷത്രത്തിന് തേന്മാവും, ഉത്രട്ടാതി നക്ഷത്രത്തിന് കരിമ്പനയും, രേവതി നക്ഷത്രത്തിന് ഇരിപ്പയുമാണ് ജ്യോതിഷത്തിൽ പറയുന്ന മരങ്ങൾ. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ നക്ഷത്രവനത്തിലെത്തിയാൽ ഈ വൃക്ഷങ്ങളെല്ലാം കാണാം. വർഷങ്ങളുടെ പഴക്കമുള്ള വൃക്ഷങ്ങൾ വരെ ഓച്ചിറയിലെ വനത്തിനുള്ളിലുണ്ട്. വൃശ്ചിക മഹോത്സവത്തിന് തിരക്ക് ഓച്ചിറയിൽ കൂടിയതോടെ നക്ഷത്രവനത്തിലും തിരക്ക് കൂടുതലുണ്ട്. ഇവിടെ എത്തുന്ന ഏറെ പേർക്കും നക്ഷത്രവനത്തെപ്പറ്റി കൂടുതലൊന്നും പറയാൻ അറിയില്ല. എങ്കിലും എല്ലാവരുടെയും മുഖത്ത് കൗതുകം കാണാം. നക്ഷത്രവനം എന്ന അനുഭവം കൺകുളിർക്കെ കാണാനാണ് ഇവിടേക്ക് എല്ലാവരും എത്തുന്നത്. കണ്ടപ്പോ നല്ല സന്തോഷം. നാളെ കണ്ടില്ലേ, മക്കളെല്ലാം കണ്ടുപിടിച്ച് ഇങ്ങനെ വരെയാണ്. ഇനി എനിക്കുള്ള കണ്ടുപിടിക്കുന്നുണ്ട്. ഈ മരങ്ങളെ പറ്റി ഇതിന്റെയൊക്കെ അർത്ഥങ്ങൾ പറയാൻ പഴയ ആളുകൾക്കൊക്കെ പറ്റത്തുള്ളൂ. നമ്മളെ പറ്റി ഇപ്പൊ അതിനെപ്പറ്റി അറിയാൻ വയ്യ. പിന്നെ മരങ്ങൾ അവരവരുടെ നക്ഷത്രത്തിലുള്ള മരങ്ങൾ നട്ടുപിടിപ്പിക്കണം, അതിനെ നശിപ്പിക്കരുത് എന്നൊക്കെയാണ് ഐതിഹ്യക്കാർ പറയുന്നത്. ചിലർക്ക് വലിയ തിരക്കിൽ നിന്ന് ഒഴിഞ്ഞുമാറി നടക്കാൻ ഒരിടമാണ് നക്ഷത്രവനം. അതങ്ങനെ നടക്കുന്നെന്നുള്ളതേ ഉള്ളൂ മോളെ. എളുപ്പത്തിന് വേണ്ടിയിട്ടും തിരക്കില്ലാതെ പോകുക, അത്രേ ഉള്ളൂ. അല്ല മകം ഇവിടെ നോക്കിയില്ല മോളെ, ഇങ്ങനെ ആൾക്കാർ തെള്ളുവെന്ന് കണക്കാക്കി അങ്ങ് പോകും, അങ്ങ് അത്രേ ഉള്ളൂ. ഏറെ പേരും കടുത്ത വെയിലിൽ നിന്ന് രക്ഷ നേടാനുള്ള തണൽ തേടുന്ന തിരക്കും. പുതിയ തലമുറയ്ക്കാണെങ്കിലോ അവരുടെ നക്ഷത്രത്തിനൊത്ത മരത്തിനൊപ്പം ഒരു സെൽഫി. പകൽ സമയത്ത് ഉള്ളതിനേക്കാൾ തിരക്ക് വൈകുന്നേരം നക്ഷത്രവനത്തിനുള്ളിൽ കാണാം. നടക്കാനായി എത്തുന്നവരാണ് ഏറെയും. രാത്രിയിൽ കുറച്ചുകൂടി ഭംഗിയിൽ നക്ഷത്രവനം കാണപ്പെടും. കാരണം പലതരത്തിലുള്ള ലൈറ്റുകൾ കൊണ്ട് ഇവിടെ അലങ്കരിച്ചിട്ടുണ്ട്. നക്ഷത്രവനത്തിന്റെ ഒത്ത നടുക്കായി പൂയം നക്ഷത്രക്കാരുടെ ആൽമര ചുവട്ടിൽ ഒരു നന്ദികേശ രൂപമുണ്ട്. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർ നക്ഷത്രവനത്തിലെത്തി നന്ദികേശന്റെ ചെവിയിൽ അവരുടെ ആഗ്രഹങ്ങളും പരാതികളും പ്രാർത്ഥനകളും അറിയിക്കുന്നുണ്ട്. തന്റെ പരാതികൾ നന്ദികേശൻ പരമശിവന് മുൻപിൽ എത്തിക്കുമെന്ന പ്രതീക്ഷയിൽ ഓരോ ഭക്തനും മടങ്ങും. ഐശ്വര്യമുള്ള മുഖത്തോടെ ഭക്തരെ ശാന്തരാക്കി നന്ദിരൂപം മടക്കി അയക്കും. ഇതെല്ലാം നക്ഷത്രവനം സന്ദർശിക്കാനെത്തുന്നവർക്ക് നൽകുന്ന അനുഭവങ്ങളാണ്. ഒരിക്കലെങ്കിലും ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നവർ തീർച്ചയായും നക്ഷത്രവനവും കണ്ടിരിക്കണം. ഭക്തരായ നിങ്ങളെ കേൾക്കാൻ നന്ദിദേവനും ഇവിടെ കാത്തിരിപ്പുണ്ട്. ന്യൂസ് ഡെസ്ക്
യോഗനാഥം ന്യൂസ്.